നമസ്കാരം. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ CPM ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മുൻ മന്ത്രി കെ ശൈലജ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുന്നു. തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു നീങ്ങുന്ന ഇടതുമുന്നണി കണ്ണൂരിലോ വടകരയിലോ ശൈലജയെ മത്സരിപ്പിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ രണ്ടു മണ്ഡലങ്ങളിലും മുതിർന്ന CPM നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ MV ജയരാജനും വടകര മണ്ഡലത്തിൽ പ്രദീപ് കുമാറും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതോടെയാണ് ശൈലജ മത്സരിക്കാനുള്ള സാധ്യത കുറയുന്നത്. ജില്ലാ കമ്മിറ്റി ചർച്ചകളിൽ ഇവരുടെ പേര് തന്നെ തീരുമാനിച്ചുറപ്പിച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് കെ ശൈലജ ഉണ്ടാകില്ല. കൂടുതൽ വനിതകളെ മത്സര രംഗത്ത് ഇറക്കണമെന്ന ആവശ്യം CPMൽ സജീവമാകുന്നതിനിടെയാണ് ഏറ്റവും ജനപിന്തുണയുള്ള വനിതാ നേതാക്കളിൽ ഒരാൾ തഴയപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകും. അതേസമയം കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ പൊതു സ്വീകാര്യരെ നിർത്തി മണ്ഡലം പിടിക്കാനുള്ള പദ്ധതിയും CPM തയ്യാറാക്കുന്നുണ്ട്. ഇതിനു പുറമെ കോഴിക്കോട് മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് എളമരം കരീമിനൊപ്പം മേയർ ബീന ഫിലിപ്പിന്റെ പേരും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി K രാധാകൃഷ്ണന് തന്നെയാണ് പ്രഥമ പരിഗണന. പാലക്കാട് യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ M സ്വരാജ് മത്സരിച്ചേക്കും. പൊന്നാനിയിൽ മുൻ മന്ത്രി KT ജലീലിനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഇവിടെ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളുടെ വിയോജിപ്പ് മറികടക്കേണ്ടതുണ്ട് എന്നതാണ് വെല്ലുവിളി. കാസർഗോഡ് TV രാജേഷിന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും പരിഗണിക്കുന്നവരുടെ പട്ടികയിലുണ്ട്. കൊല്ലത്ത് CS സുജാതയും ആയിഷ പോറ്റിയുമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നവർ. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആലപ്പുഴയിൽ ആരിഫും ഇടുക്കിയിൽ ജോയ്സ് ജോർജും ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. BJP A ക്ലാസ് മണ്ഡലമായി കണക്കുന്ന ആറ്റിങ്ങലിൽ ശക്തമായ മത്സരം തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. വർക്കല MLA V ജോയുടെ പേരാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ രംഗത്തിറക്കണമെന്ന ആവശ്യം സജീവമാണെങ്കിലും ആറ്റിങ്ങൽ നേടാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വിട്ടുകളയാൻ പാർട്ടി ഒരുക്കമല്ല. അടുത്ത 2 ദിവസങ്ങൾ കൂടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തേണ്ടതുണ്ട്. തുടർന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്ത ശേഷം ഈ മാസം 27-ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് CPM തീരുമാനം. നന്ദി.